മോഹനേട്ടന് ഇഷ്ടപ്പെട്ട പിന്നെ ഒന്നും ആലോചിക്കണ്ട. വീടിന് അഡ്വാൻസും കൊടുത്തു. ഇനിയിപ്പോ ഭാമ കണ്ടില്ല എന്നൊന്നും വിചാരിക്കണ്ട. എന്നാലും നീ കാണാതെ എങ്ങനാ ഭാമ? നീ അല്ലേ വീട്ടുകാരി. വീട് വാങ്ങുമ്പോ നിന്റെ അഭിപ്രായം കൂടെ അറിയണ്ടേ? ദേ, കഴിഞ്ഞ ആഴ്ച ഒരു ദിവസം മുഴുവൻ തർക്കിച്ച് നമ്മളൊരു തീരുമാനത്തിലെത്തിയതാണ്. ഇനി അത് വേണ്ട. ഓ, മണി 8:30ആയി. ഈ ഉത്തമൻ എവിടെ പോയി കിടക്കുക? വീട് കണ്ടിട്ട് വേണം എനിക്ക് 10 മണിക്ക് ഓഫീസിലെത്താൻ. ഇനി നോക്കുന്നിട്ട് കാര്യമില്ല, ഞാൻ ഇറങ്ങാം. വീട് പിന്നീട് നോക്കാം. ഇങ്ങനെ ധൃതി പിടിക്കില്ലേ മോഹനേട്ടാ. ദേ, മണി 9 ആയിട്ടുള്ളൂ. വീട് കണ്ടിട്ട് ഓഫീസിൽ പോകാനുള്ള സമയമുണ്ട്. അതൊന്നും ശരിയാവില്ല. ഇതാ ഈ ഉത്തമനെ പോലുള്ളവരൊക്കെ കാര്യം ഏൽപ്പിച്ചാലോ കുഴപ്പം. കൃത്യനിഷ്ഠയില്ല. എന്റെ മോനോട് സാറെ ചീത്ത വിളിക്കരുത്. ഒരു പ്രശ്നമുണ്ട്, അതാ ഞാൻ താമസിച്ചത്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഒന്ന് വിളിച്ചു പറഞ്ഞു ഉത്തമ. അല്ല, അത് എത്ര നേരമായി ഉത്തമനെ കാത്തിരിക്കുന്നറിയോ? വീട് കണ്ടില്ലേ കണ്ടില്ലെന്നേ ഉള്ളൂ. പക്ഷേ എനിക്ക് ഓഫീസിൽ വൈകി ചെല്ലാൻ പറ്റില്ല. അതൊന്നും അല്ല സാറേ കാര്യം. നമ്മൾ കാണാൻ പോകുന്ന വീടിന്റെ ഉടമസ്ഥനില്ലേ, പത്മനാഭൻ നായര്, അയാളുടെ മോൾ ഒളിച്ചോടി പോയി. പെണ്ണ് MA പഠിക്കുകയായിരുന്നു. കോളേജിന് മുമ്പിൽ ഒരു ബേക്കറി നടത്തുന്ന ചെറുക്കനുമായിട്ട് പ്രേമത്തിലായി. സംഗതി തുടങ്ങിയിട്ട് കുറച്ചു നാളായി. പക്ഷെ വീട്ടുകാരുടെ ചെവിയിലെത്തിയത് കഴിഞ്ഞ ആഴ്ചയാ. അവര് ഭയങ്കര പ്രമാണിമാരല്ലേ, വെറുതെ വിടുവോ? ചെറുക്കനെ പിടിച്ച് കാര്യമായിട്ടൊന്ന് വിരട്ടി, നോ രക്ഷ. പിന്നെ മോളുടെ കോളേജിൽ പോക്ക് നിർത്തി വീട്ടിലിരുത്തി. ധൃതി പിടിച്ച് കല്യാണാലോചന തുടങ്ങിയപ്പോ മറ്റേ എല്ലാവൻ എങ്ങനെ വിവരം അറിഞ്ഞു? ഇന്നലെ വൈകുന്നേരം അമ്പലത്തിൽ പോകാനിറങ്ങിയ പെണ്ണിനെ കൊണ്ട് അവസരം വിട്ടു. എന്നിട്ടെന്തോന്ന്, എവിടെയോ ചെന്നിട്ട് പെണ്ണ് വീട്ടിലോട്ട് ഫോൺ ചെയ്തു. ഞങ്ങളെ അന്വേഷിക്കണ്ട, ഞങ്ങൾ സമാധാനമായി ജീവിച്ചോളാം എന്ന്. അപ്പോഴാണ് വീട്ടുകാരി സംഭവം അറിയുന്നത് തന്നെ. പപ്പനാവ് നായർ നിന്ന നിപ്പില് വെട്ടിയിട്ട വാഴ പോലെ തലകുത്തനെ താടകണ തൂക്കിയെടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയി. അതുകൊണ്ട് വീട് കാണൽ ഒരാഴ്ച കഴിഞ്ഞേ നടക്കൂ. സാറേ സാറേ ഈ വീട് കാണലേ ഒരാഴ്ച കഴിഞ്ഞേ നടക്കൂ. പപ്പനാവ് നായർ എണീക്കണം. എന്തോ ചെയ്യണം? ശരി, എനിക്ക് ധൃതിയില്ല. അങ്ങനെ ചെയ്യാം. അപ്പൊ പിന്നെ ഞാൻ ഇറങ്ങുന്നേ. ഈ പപ്പനാവൻ നായർക്ക് വീഴാൻ കണ്ട സമയം. എന്നാൽ ഈ പെമ്പിള്ളാരുടെ ഒരു സ്വഭാവം. ഇന്നലെ കണ്ട ഒരു ചെറുക്കന്റെ കൂടെ അച്ഛനെ അമ്മയൊക്കെ ഉപേക്ഷിച്ചിറങ്ങി പോവാ. വീട്ടുകാർ കല്യാണം നടത്തി കൊടുത്തിരുന്നെങ്കിൽ അവര് പോവില്ലായിരുന്നല്ലോ. അപ്പൊ കുഴപ്പം വീട്ടുകാരാണ് കൂടിയാ. അതെന്തിനായും നീ ഇപ്പൊ പറഞ്ഞ ക്രൂരതയാണ്. ഒരു പെൺകുട്ടിയെ കണ്ണേ പൊന്നേന്ന് വിളിച്ച് അവരുടെ സകല ആഗ്രഹങ്ങൾ നടത്തിക്കൊടുത്ത് അച്ഛനമ്മയെ വളർത്തുന്നു. എന്നിട്ട് അവരെ കണ്ണീര് കുടിപ്പിച്ച് ആ പെൺകുട്ടി വേറൊരാളുടെ കൂടെ ഇറങ്ങി പോകുന്നു. ഇത് നിനക്ക് എങ്ങനെ ന്യായീകരിക്കാൻ പറ്റും? ആ പെൺകുട്ടി പോയതിനെ അല്ലല്ലോ ഞാൻ ന്യായീകരിച്ചത്. അവൾ MA പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അവക്കൊരാളെ ഇഷ്ടപ്പെട്ടല്ല, അതിനെന്താ തെറ്റ്? അപ്പൊ വീട്ടുകാരാലോചിച്ച് അവളുടെ കല്യാണം നടത്തി കൊടുക്കല്ലായിരുന്നു വേണ്ടത്. അത് എവിടുത്തെ ന്യായം? പെൺകുട്ടികൾ ആരെ കല്യാണം കഴിക്കണം കഴിക്കണ്ട എന്ന് തീരുമാനിക്കുന്നത് വീട്ടുകാരല്ലേ? മോഹനേട്ട ബാക്കി എല്ലാ കാര്യങ്ങളിലും കൃത്യമായിട്ട് നിയമം പാലിക്കുന്ന ആളല്ലേ? നിയമപ്രകാരം പ്രായപൂർത്തിയായ ഒരാണിനും പെണ്ണിനും കല്യാണം കഴിക്കാൻ അച്ഛനമ്മമാരുടെ എന്നല്ല ആരുടെ അനുവാദം വേണ്ട. അങ്ങനെ പല നിയമങ്ങളും കാണാം. പ്രായപൂർത്തിയായ ഒരാൾക്ക് കള്ളു കുടിക്കാനും സീറ്റ് ഒലിക്കാനും അധികാരമുണ്ട്. പക്ഷേ നമ്മുടെ കുട്ടികൾ അങ്ങനെ ചെയ്താൽ നമ്മൾ സമ്മതിക്കോ? നോക്കൂ ഭാമ, നിയമം വേറെ, ജീവിതം വേറെ. ഇത് മോഹനേട്ടന്റെ പഴഞ്ച നിയമം. എന്റെ മോഹനേട്ട, കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുന്ന എന്തിനാ? അവരുടെ ജീവിതത്തിൽ ഓരോ സാഹചര്യങ്ങളിലും ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ അല്ലേ? ബാക്കി എല്ലാ കാര്യങ്ങളിലും അവർക്ക് തീരുമാനം എടുക്കാം. പക്ഷേ കല്യാണ കാര്യം മാത്രം വയസ്സായ അച്ഛനമ്മയെ തീരുമാനിക്കും. ചുരുക്കി പറഞ്ഞാൽ പഴയ തലമുറയിലെ ആളുകൾ പുതിയ തലമുറയ്ക്ക് വേണ്ടി തീരുമാനങ്ങൾ എടുക്കുന്നു. ഇതെങ്ങനെ ശരിയാവും? അതൊക്കെ മാറണം. പക്ഷേ ഭാമേ, കല്യാണം കുട്ടികളില്ലല്ലോ. അത് സീരിയസ് ആയ കാര്യമല്ലേ? മോഹനേട്ടാ, നമുക്കൊരു കുട്ടി ഉണ്ടായെന്ന് കരുതുക.
അത് ആണോ പെണ്ണോ ആവട്ടെ, പഠിച്ച് മിടുക്കനോ മിടുക്കിയായി ഒരു ബഹിരാകാശ ശാസ്ത്രജ്ഞനായി എന്ന് കരുതുക. മോഹനേട്ടന് സന്തോഷമാകുവോ? എന്താ സംശയം? ആ, അങ്ങനെ അവനോ അവൾക്കോ ചന്ദ്രനിൽ പോകാൻ ഒരു അവസരം കിട്ടിയെന്നും കരുതുക. അപ്പോഴോ? അത് അഭിമാനിക്കേണ്ട വിഷയല്ലേ? ആ, ഒരു റോക്കറ്റിൽ കയറി ചന്ദ്രനിൽ പോകുന്നതിനേക്കാട്ടിലും റിസ്ക് ഉള്ള കാര്യമാണോ കല്യാണം? കുട്ടികളുടെ കല്യാണക്കാര്യം അവര് തീരുമാനിക്കട്ടെ. പറ്റിയാൽ സഹായിക്കുക, ഇല്ലെങ്കിൽ പിന്നെ ഈ പ്രേമവിവാഹം കഴിച്ചവർ കുറച്ചും കൂടെ റൊമാൻറ്റിക് ആയിരിക്കും. നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് കൊല്ലം 3 ആയി. ഇതുവരെ എന്റെ മുഖത്ത് നോക്കി മോഹനേട്ടൻ ഐ ലവ് യു എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഐ ലവ് യു? ഇതാണ് ഈ അറേഞ്ച്ഡ് മാരേജിന്റെ കുഴപ്പം. ഇതുപോലെ മോളുടെ ഭർത്താവിനെക്കാട്ടിലും പെണ്ണുങ്ങൾക്ക് ഇഷ്ടം കുറച്ചും കൂടെ സ്വീറ്റായ പഞ്ചാര കുട്ടന്മാരെയാ. ലോ കോളേജിൽ പഠിച്ചോണ്ടിരുന്നപ്പോ 1-2 പയ്യന്മാരെന്റെ പിറകെ കൂടിയതാ. എന്റെ വിവരക്കേട് കൊണ്ട് ഞാനന്ന് പറഞ്ഞു വീട്ടുകാര് പറയുന്നതിനെ ഞാൻ കിട്ടുള്ളെന്ന്. പറ്റിപ്പോയില്ലേ. അവന്മാരാരെങ്കിലും ആയിരുന്നെങ്കിൽ രാവിലെ ഐ ലവ് യു എങ്കിലും കേൾക്കായിരുന്നു. എന്താ തുറച്ചു നോക്കുന്നത്? കരമടയ്ക്കാനും വരുമാന സർട്ടിഫിക്കറ്റ് വാങ്ങാനും വരുന്നവരുടെ കാര്യം നോക്കാനാണെങ്കിൽ മോഹനേട്ടൻ ബെസ്റ്റ് ആണ്. ഓഫീസിൽ പോകാൻ നേരമായില്ലേ, ചെല്ലു. സുധിയുടെ കടയിൽ കൊടുക്കേണ്ട പൈസ. മോഹനേട്ടാ, പിന്നെ ഞാൻ ആലോചിച്ചപ്പോ എനിക്ക് തോന്നി ആ പെൺകുട്ടി ചെയ്തത് ശരിയായില്ലാന്ന്. ഏത് പെൺകുട്ടി? ആ പത്മനാഭൻ നായരുടെ മോളുണ്ടല്ലോ, ഒളിച്ചോടിയ പെൺകുട്ടി. മോഹനേട്ടൻ പറഞ്ഞതാ ശരി. പെൺകുട്ടികളെ ലാളിച്ച് സ്നേഹിച്ച് 10-20 കൊല്ലം വളർത്തിയിട്ട് പെട്ടെന്നൊരു ദിവസം കാണുന്നതിന്റെ കൂടെ ഇറങ്ങിപ്പോന്ന് ശരിയാണോ? പക്ഷേ അവരുടെ ആഗ്രഹത്തിന് വീട്ടുകാർ എതിരുന്നിട്ടല്ലേ? എങ്ങനെ എതിര് നിൽക്കാതിരിക്കും? ആ പെൺകുട്ടിയാണെങ്കിൽ ഒറ്റ മോള്, അവരാണെങ്കിൽ വലിയ പ്രമാണിമാരും. ആ പയ്യനാണെങ്കിൽ ബേക്കർക്കാരൻ, കാര്യമായിട്ടുള്ള വിദ്യാഭ്യാസവും ഇല്ല. അവരൊരുമിച്ച് ജീവിച്ചാൽ പ്രശ്നങ്ങളാവാൻ എത്ര സമയം വേണം? നമ്മുടേത് അറേഞ്ച്ഡ് മാരേജ് അല്ലായിരുന്നോ? എന്നിട്ടെന്താ പറ്റിയത്? നമ്മൾ തമ്മിൽ വല്ല പ്രശ്നമുണ്ടോ? പക്ഷെ ഉണ്ടല്ലോ, പ്രശ്നങ്ങളുണ്ടല്ലോ. എന്ത് പ്രശ്നം? പെൺകുട്ടികൾക്ക് ഇഷ്ടം പഞ്ചാരക്കുട്ടന്മാരാണെന്നും എന്നെ പോലുള്ള മുരടന്മാരല്ലെന്നും നീ പറഞ്ഞില്ലേ? അപ്പൊ പിന്നെ എങ്ങനെ നിനക്ക് എന്നെ ഇഷ്ടപ്പെടുന്നേ? എന്റെ ബുദ്ധൂസേ, ഞാനതൊരു തമാശ പറഞ്ഞതല്ലേ. ഇങ്ങോട്ട് നോക്കി നോക്ക്. എന്റെ മോഹനേട്ടനെ ഏത് പെണ്ണുങ്ങളാ ഇഷ്ടപ്പെടാതെ വരിക? ഇത്രയും നല്ല സ്വഭാവമുള്ള ഒരാണിനെ മഷിയിട്ട് നോക്കി കാണാൻ പറ്റുമോ? പിന്നെ 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 ഈ ലോ കോളേജ് പഠിച്ചോണ്ടിരുന്നപ്പോ നിന്റെ പിറകെ ആരൊക്കെയോ ഉണ്ടായിരുന്നു. പക്ഷേ അത്തരം പൂവാലമാരെ മൈൻഡ് ചെയ്യുന്ന ഒരാളാണോ ഞാൻ? ആണോ? അവന്മാരെന്റെ വായി നല്ല ഫസ്റ്റ് ചീത്ത കേട്ടിട്ടുണ്ട്. രാവിലെ മോഹനേട്ടനെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി മനപ്പുറം പറഞ്ഞല്ലേ ബാക്കി തെറ്റുകളാ. ഭാമേ, ഐ ലവ് യു. ശരിയായില്ലേ? ഐ ലവ് യു.
മോഹനേട്ടാ ആവാത്ത കാര്യങ്ങൾ ചെയ്യരുത്. ഐ ലവ് യു പറയാത്തതിന് രാവിലെ ഞാൻ പരാതി പറഞ്ഞത് വെറുതെയാണ്. എന്റെ മോഹനേട്ടന് മുഖത്ത് നോക്കി ഒരു ഐ ലവ് യു എന്ന് പറയാൻ പോലും അറിയില്ലെങ്കിൽ എന്താ? ഈ മനസ്സിനറിയ എന്നോടൊരു സ്നേഹമാണെന്ന് എനിക്ക് അറിഞ്ഞൂടെ? എന്നാലും ഒരു മിനിറ്റേ, ഒരു ബലത്തിനിരിക്കട്ടെ. ഐ ലവ് യു. സ്വാമി ശരി ശരി, ഇപ്പൊ ശരിയായി.